എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്. 10th ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. For what value of k the pair of linear equation 2x minus y minus 3 equal to 0, 2kx plus 7y minus 5 equal to 0 has a unique solution x equal to 1, y equal to minus 1. അപ്പോൾ എങ്ങനെയാണ് യൂണിക് സൊല്യൂഷൻ ഉണ്ടാവുക? അപ്പോൾ യൂണിക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു -1 എന്നുള്ളതിൽ യുണീക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സും വൈയും -1ഉം -1ഉം ഇട്ട് നോക്കാം ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ. അപ്പൊ എന്ത് വരും? 2k into 1 plus 7 into -1 minus 5 equal to 0 ആവണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? 2k minus 7 minus 5 equal to 0. അപ്പൊ k എന്ത് വരും നോക്കൂ? 12/2. ഏതാണ് ആൻസർ? 6 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the pair of linear equations x equal to x minus y equal to 1, x plus ky equal to 5 has a unique solution x equal to 2, y equal to 1, then the value of k is. നമുക്ക് ഇട്ട് നോക്കാം അല്ലേ? എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2 പ്ലസ് കെ വൈ എന്ന് പറയുമ്പോൾ 1y അല്ലേ? 1k, k ഇൻറ്റു 1 ഈക്വൽ ടു 5. അപ്പൊ k എന്ത് വരും നോക്കൂ? 5 മൈനസ് 2, അത് എത്രയാണ്? 3. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pair of linear equations 2x plus ky minus 3 equal to 0, 6x plus 2/3y plus 7 equal to 0 has a unique solution if. യൂണിക് സൊല്യൂഷൻ ആവണമെങ്കിൽ രണ്ട് ലീനിയർ ഇക്വേഷൻ ഉണ്ട് വെച്ചെങ്കിൽ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഉണ്ട് വെച്ചെങ്കിൽ അത് യൂണീക്ക് ആവണമെങ്കിലുള്ള വാക്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താണ്? a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0 ഒരു ലീനിയർ ഇക്വേഷനും a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0യും ആണെങ്കിൽ അതിന് യൂണീക്ക് സൊല്യൂഷൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആവണം അല്ലേ? അപ്പൊ ഇതില് a1 എന്താണ്? 2 ആണ്, a2 എന്താണ്? 6 ആണ്. അപ്പൊ 2/6 നോട്ട് ഈക്വൽ ടു b ഇവിടെ എന്താണ്? k ആണ് അല്ലെ? k ഡിവൈഡഡ് ബൈ b2 എന്താണ്? 2/3. അപ്പൊ ഇതിന് മുകളിലേക്ക് വരും അല്ലെ? 2/6 എന്ന് പറഞ്ഞാൽ 1/3. 1/3 നോട്ട് ഈക്വൽ ടു 3k/2. അപ്പൊ k നോട്ട് ഈക്വൽ ടു എന്ത് വരണം? k നോട്ട് ഈക്വൽ ടു 2 എന്ന് k നോട്ട് ഈക്വൽ ടു ഇതിനെ എന്ത് വരും? ഇത് താഴേക്ക് വരും അല്ലെ? k നോട്ട് ഈക്വൽ ടു 2/9. അപ്പൊ എന്താണ് ആൻസർ? k നോട്ട് ഈക്വൽ ടു 2/9. ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ യുണീക് സൊല്യൂഷൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്ക് ഓർമ്മ വരണം. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pair of linear equation 2kx plus 5y equal to 7, 6x minus 5y equal to 11 has a unique solution if. അപ്പൊ യൂണിക് സൊല്യൂഷൻ ആവേണ്ടത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണ്. ഇവിടെ എന്താണ്? 2k ഡിവൈഡഡ് ബൈ 6 നോട്ട് ഈക്വൽ ടു 5/-5. അപ്പൊ എന്താണ്? 2k/6 നോട്ട് ഈക്വൽ ടു -1 എന്ന് വന്നില്ലേ? അപ്പൊ k നോട്ട് ഈക്വൽ ടു എന്ത് വരണം? -6/2. അപ്പൊ k നോട്ട് ഈക്വൽ ടു -3.
ഏതാണ് ഓപ്ഷൻ നോക്കൂ, എ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ റെസ്പോൺസ് കുറയും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ റെസ്പോൺസ് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pair of equation 3x plus 4y equal to k and 9x plus 12y equal to 6 has infinitely many solutions if infinitely many solution ഉണ്ടാവാൻ വേണ്ടിയിട്ട് കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ്? a1x plus b1y plus c1 equal to 0, a2x plus b2y plus c2 ഈക്വൽ ടു 0 ഇങ്ങനെയുള്ള ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്നത് എങ്ങനെയാണ്? a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? എല്ലാം ഈക്വൽ ആവണം. അപ്പൊ ഇവിടുന്ന് നമുക്ക് നോക്കാം. 3/9 equal to 4/12 equal to k/6. അപ്പൊ നമുക്ക് എന്താണ്? അതായത് മൈനസ് കെ ഈക്വൽ ടു 0 എന്നാക്കിയാൽ -k-6 എന്ന് വരും അല്ലേ? രണ്ടായാലും ഒരേപോലെ തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? 1/3 എന്ന് വരും. ഈക്വൽ ടു ഇതും 1/3 വരും. ഈക്വൽ ടു എന്ത് വരും? k/6 എന്ന് വരും. അപ്പൊ 1/3 ഈക്വൽ ടു k/6 ആണ് വെച്ചെങ്കിൽ k എന്ത് വരും? 6/3 വരും. k ഈക്വൽ ടു അപ്പൊ എന്താണ്? 2. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ, എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pair of linear equation 2x plus 5y equal to k and kx plus 15y equal to 18 has infinitely many solutions if. അപ്പൊ ഇതേപോലെ തന്നെ ചെയ്യാം. a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 ആവണം അല്ലെ? എങ്ങനെയാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആവുക? അപ്പൊ ഇവിടെ എന്ത് വരും? 2/k ഈക്വൽ ടു 5/15 ഈക്വൽ ടു k/18. അപ്പൊ ഇതിന്ന് നമുക്ക് ഈ രണ്ടെണ്ണത്തിന്ന് നമുക്ക് എങ്ങനെ കിട്ടും നോക്കൂ. 2 × 15 എത്രയാണ്? 30. 30 ഡിവൈഡഡ് ബൈ 5 വരില്ലേ k എന്ന് പറയുന്നത്? k ഈക്വൽ ടു 2 × 15/5 എന്ന് വരും. അപ്പൊ എന്താണ് വരിക? 6 എന്ന് വരും. അപ്പൊ k 6 ആവുമ്പോ ഇവിടെ ശരിയാവണില്ലേ നോക്കൂ. 6/18 എന്ന് പറയുന്നത് 1/3 തന്നെ വരും. അപ്പൊ അത് ശരിയായി. ഇവിടെ 2/6 വന്ന 1/3 തന്നെയായി. 5/15 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പൊ നമുക്ക് k ഈക്വൽ ടു എന്ത് വരും? 6 എന്നുള്ളതാണ് ആൻസർ. ഇപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pair of linear equations 13x plus ky equal to k and 39x plus 6y equal to k plus 4 has infinitely many solutions if. എങ്ങനെയാണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞത്? അതായത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് വെച്ചെങ്കിൽ a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2 അല്ലെ? അപ്പൊ 13/39 ഈക്വൽ ടു k/6 ഈക്വൽ ടു k/k+4. അപ്പൊ നമുക്ക് ഇതിന്ന് നമുക്ക് എന്ത് വരും? 1/3 ഈക്വൽ ടു k/6 എന്ന് വരില്ലേ? അപ്പൊ k എന്ത് വരും? 2 വരും അല്ലെ? ആ 2 ഇവിടെ കൊടുക്കും. അല്ലെങ്കിൽ ഇതിലും അപ്ലൈ ചെയ്യാം. k/k+4 ഈക്വൽ ടു 1/3 എന്ന് കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ 3k ഈക്വൽ ടു k+4 എന്ന് വരും അല്ലെ? അപ്പൊ എന്താണ്? 2k ഈക്വൽ ടു 4. k ഈക്വൽ ടു അപ്പൊ എന്ത് വരും? 4/2, അതായത് 2 തന്നെ. അപ്പൊ k എന്താണ് ആൻസർ വരിക? k ഈക്വൽ ടു 2. 7B ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pair of linear equations x plus 2y equal to 5
and 3x plus 12y equal to 10 has എന്ത് സൊല്യൂഷൻസ് ആണ്? അപ്പൊ a1 by a2 നമുക്ക് നോക്കാം 1/3, b1 by b2 എന്ത് വരും 2/12, അതായത് 1/6, c1 by c2 എന്ത് വരും 5/10. അപ്പൊ നമുക്ക് ഇത് ഈക്വൽ ആണോ? 1/3യും ഇത് എന്ത് വരും 1/6ഉം വരും. 1/3 നോട്ട് ഈക്വൽ ടു 1/6 ആണ് അല്ലെ? അപ്പൊ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 വന്നു. അപ്പൊ നമുക്ക് എന്താണ് വരിക? യുണീക്ക് സൊല്യൂഷൻ ആണ് വരിക അല്ലെ? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആയ നമുക്ക് എന്ത് പറയാം? യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് പറയാം. അപ്പൊ എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the sum of the ages of father and his son in years is 65 and twice the difference of their ages in years is 50, then the ages of the father in years is. എങ്ങനെയാണ് ചെയ്യുക? അതായത് ഏജ് ഫാദറിന്റെ എക്സ് ആണെന്ന് വിചാരിച്ചു. ഫാദറിന്റെ ഏജ് നമ്മൾ എന്ത് വിചാരിച്ചു? എക്സ് ആണെന്ന് വിചാരിച്ചു. പിന്നെ സണ്ണിന്റെ ഏജ് എന്താണെന്ന് വിചാരിച്ചു? വൈ ആണെന്ന് വിചാരിച്ചു. അപ്പൊ അവരെന്താ പറഞ്ഞേക്കണേ? സം ഓഫ് ദ ഏജസ്, അതായത് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 65 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എക്സ് പ്ലസ് വൈ 65 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കണേ? ട്വൈസ് ദ ഡിഫറൻസ് ഓഫ് ദെയർ ഏജസ്, അതായത് 2 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ നമുക്ക് ഇതിന്ന് എക്സും വൈയും കണ്ടെത്തിയൂടെ? എങ്ങനെയാണ്? 2 ഇൻറ്റു എക്സ് മൈനസ് വൈ 50 ആണ് വെച്ചെങ്കിൽ എക്സ് മൈനസ് വൈ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? എക്സ് മൈനസ് വൈ എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ 2, അതായത് 25. ഇനി രണ്ടും കൂടി ആഡ് ചെയ്ത വൈ പോവും അല്ലെ? അപ്പൊ എന്ത് വരും? 2x ഈക്വൽ ടു 65 5ഉം 70 2ഉം 90. അപ്പൊ എക്സ് എന്ത് വരും? 90/2. അത് എത്രയാണ്? 45. എക്സ് എന്ന് പറയുന്നത് ആരുടെ ഏജ് ആണ്? ഫാദറിന്റെ. അതാണ് അവര് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A fraction become 4/5 when 1 is added to each of the numerator and denominator. However, if we subtract 5 from each of them, it becomes 1/2. The numerator of the fraction is. ഞാൻ ന്യൂമറേറ്റർ എന്താന്ന് വിചാരിച്ചു? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിച്ചു. ന്യൂമറേറ്റർ എക്സ്, ഡിനോമിനേറ്റർ എന്താന്ന് വിചാരിച്ചു? ഡിനോമിനേറ്റർ വൈ. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രാക്ഷൻ ബിക്കം 4/5, അതായത് ഈക്വൽ ടു 4/5 എങ്ങനെയാവുമ്പോ 1 ഈസ് ആഡഡ് ടു ഈച്ച് ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, അതായത് എക്സ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു 4/5. ഒരു ഇക്വേഷൻ കിട്ടി അല്ലെ? ഇതിന്ന് നമുക്ക് ഇക്വേഷൻ ആക്കി എഴുതാം. എങ്ങനെയാണ്? 5 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 4 ഇൻറ്റു വൈ പ്ലസ് 1. അപ്പോൾ 5x മൈനസ് 4y പ്ലസ് 5ഉം മൈനസ് 4 ആവുമ്പോൾ പ്ലസ് 1 അല്ലേ? പ്ലസ് 1 ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്താ പറഞ്ഞേ? ഹൗവർ ഇഫ് വി സബ്ട്രാക്ട് 5 ഫ്രം ഈച്ച് ഓഫ് ദം, അപ്പോൾ ഇവിടെ എന്ത് മാറും? അതായത് എക്സ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ, ന്യൂമറേറ്റർ എക്സ് ആണെങ്കിൽ മൈനസ് 5 കൊടുക്കുക, ഡിനോമിനേറ്റർ വൈ ആണെങ്കിൽ വൈ മൈനസ് 5 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 1/2. ഇറ്റ് ബിക്കംസ് 1/2. അപ്പൊ നമുക്ക് ഇതിന്ന് വേറൊരു ഇക്വേഷൻ കിട്ടും. എങ്ങനെയാണ്? 2 ഇൻറ്റു എക്സ് മൈനസ് 5 ഈക്വൽ ടു വൈ മൈനസ് 5 അല്ലേ? അപ്പൊ 2x മൈനസ് വൈ മൈനസ് 10, ഇവിടെ പ്ലസ് 5, അപ്പം മൈനസ് 5 ഈക്വൽ ടു 0. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. 2x മൈനസ് വൈ മൈനസ് 5 ഈക്വൽ ടു 0. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്യണം അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക്
ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടുള്ളൂ, അപ്പോഴേ ഫ്രാക്ഷൻ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്ന് ഞാൻ ഇക്വേഷൻ രൂപത്തിലാക്കാം. എങ്ങനെയാണ് എഴുതുക? 2x മൈനസ് 5 ഈക്വൽ ടു 5. മറ്റേത് എന്താണ്? 5x മൈനസ് 4y ഈക്വൽ ടു -1. ഇതിനെ 4 ആക്കാൻ വേണ്ടി, 4y ആക്കാൻ വേണ്ടി ഞാൻ ഇൻറ്റു 4 ചെയ്തു. അപ്പൊ ഇവിടെ എന്താവും? 8x മൈനസ് 4y ഈക്വൽ ടു 20. ഇത് ഒരു ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. ഇത് എത്രാമത്തെ ഇക്വേഷൻ ആണ്? ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. 1ഉം 3ഉം കൂടി നമുക്ക് ഇനി സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? ഇത് മൈനസ് ചെയ്ത 8x മൈനസ് 5x എന്ത് വരും? അതായത് 3x ഈക്വൽ ടു 20 മൈനസ് -1, അതായത് 21. അപ്പൊ x എന്ത് വരും? 21/3, അതായതാണ് 7. അപ്പൊ എന്താ ചോദിച്ചിരിക്കണേ? ന്യൂമറേറ്റർ ആണ് ചോദിച്ചിരിക്കണേ. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ x അല്ലേ? ആ x നമുക്ക് കിട്ടി 7 ആണെന്ന്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.